നമസ്കാരം. കൊമ്പുകൾ അപകടകരമായ രീതിയിൽ വളർന്നതോടെ ശ്രീവല്ലഭദാസൻ തിരുവല്ല ജയരാജന് ദുരിതകാലം. കൊമ്പ് മുറിക്കണമെന്നാവശ്യപ്പെട്ട നടപടിക്രമങ്ങൾ ജനുവരിയിൽ തുടങ്ങിയതാണ്. വിഷയത്തിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെയും വനം വകുപ്പിന്റെയും മെല്ലെപ്പോക്കാണ് കൂട്ടുകൊമ്പ് മുറിക്കൽ വൈകാൻ കാരണം. കഴിഞ്ഞ ജനുവരിയിൽ കൊമ്പ് മുറിക്കുന്നത് സംബന്ധിച്ച കത്ത് വനംവകുപ്പിന് കൈമാറിയിരുന്നു. എന്നാൽ ഇതുവരെ അതിൽ പരിഹാരമുണ്ടായില്ല. മാസം 5 കഴിഞ്ഞിട്ടും ദേവസ്വം ബോർഡും തുടർപ്രവർത്തനം നടത്തിയില്ല. ഇനിയും തീരുമാനമായാലും ഫലത്തിൽ കാര്യങ്ങൾ നടന്നു വരാൻ മതപ്പാട് കാലം കഴിഞ്ഞേക്കും. ഇതോടെ ഇക്കാലയളവിലെ ജീവിതം ആനയ്ക്ക് കൂടുതൽ ദുസ്സഹമാകും. 2022 ഓഗസ്റ്റിലാണ് ആനയുടെ കൊമ്പ് അവസാനമായി മുറിച്ചത്. അന്ന് മാധ്യമങ്ങളുടെയും ഭക്തരുടെയും ഇടപെടൽ മൂലമാണ് ബോർഡ് നടപടിയെടുത്തത്. മുൻപ് 2015-ലും 2019-ലും മുറിച്ച് ആകൃതി വരുത്തിയതാണ്. 29 വയസ്സുള്ള ഗജരാജൻ ജയരാജന് കൊമ്പുകളായിരുന്നു എക്കാലത്തെയും വലിയ പ്രശ്നം. കൊമ്പ് വളർന്ന് തുമ്പിക്കൈ ഉയർത്താനാകാത്ത അവസ്ഥ ഏറെ വേദനാജനകമാണ്. ഭക്ഷണം കഴിക്കാനും ബുദ്ധിമുട്ട് നേരിടുന്ന സാഹചര്യമാണ്. കൊമ്പുകളിൽ ഉരസി തുമ്പിക്കൈ മുറിഞ്ഞ് വേദനയും സഹിച്ചാണ് ആന ജീവിക്കുന്നത്. ക്ഷീണിതനായ ജയരാജന്റെ പ്രശ്നം ആനപ്രേമികൾ ശ്രദ്ധയിൽപ്പെടുത്തിയതോടെയാണ് ദേവസ്വം ബോർഡ് പരിഗണനയെങ്കിലും ഉണ്ടായത്. അതേസമയം ആന മതപ്പാടിന്റെ ലക്ഷണങ്ങൾ കാട്ടിത്തുടങ്ങിയെന്നും ഇതിന്റെ ഭാഗമായുള്ള സുഖചികിത്സ ആരംഭിച്ചതായും അതിനുശേഷം കൊമ്പ് മുറിക്കുന്ന നടപടിയുമായി മുന്നോട്ട് പോകുമെന്ന് സബ് ഗ്രൂപ്പ് ഓഫീസർ ബി സുഭാഷ് പറഞ്ഞു. തിരുവല്ല ദേവസ്വം സബ് ഗ്രൂപ്പ് ഓഫീസർ സുഭാഷ് ഡി ആണ്. നമ്മുടെ ആന തിരുവല്ല ദേവസ്വം ആന ജയരാജന്റെ സുഖചികിത്സാർത്ഥം ഇന്ന് മുതൽ അതിൻ്റെ സുഖചികിത്സയ്ക്ക് വേണ്ടുന്ന ക്രമീകരണങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. ഡോക്ടറുടെ നിർദ്ദേശപ്രകാരമുള്ള മരുന്നുകളും മറ്റ് ധാന്യവർഗ്ഗങ്ങളും തുടർന്ന് കൊടുക്കുന്നതിലേക്കും ഈ മതപ്പാടിൻ്റെ ലക്ഷണത്തിലോട്ടായി വരുന്നതുകൊണ്ട് ഈ വർഷം ശകലം നേരത്തെയാണ് മുൻകാലങ്ങളെക്കാളും. അപ്പോൾ ആയത് കാരണം അതിനെ തുടർന്ന് മതപ്പാടിന് ശേഷം കൊമ്പ് മുറിക്കുന്നതിലേക്കുള്ള ക്രമീകരണങ്ങളെല്ലാം ചെയ്യുന്നതിലേക്ക് വേണ്ട നടപടി സ്വീകരിച്ചിട്ടുണ്ട്.